Hi, hello everyone. Welcome to our channel Spicy and Pastry. ഇന്നത്തെ റെസിപ്പി വെജിറ്റേറിയൻ സ്പെഷ്യൽ റെസിപ്പിയാണ്. എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. വെജിറ്റേറിയൻസിന് മാത്രമല്ല, എഗ്ഗ് ചേർക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലേ, ചിലർക്ക് അലർജീസും ഉണ്ടാവും. ഇതിനു വേണ്ടി എന്താ ചെയ്തതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗ്രേറ്റഡ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 കപ്പ് തിളപ്പിച്ച പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ചോക്ലേറ്റ് എല്ലാം ഒന്ന് മെൽറ്റായി കിട്ടണം. എന്നിട്ട് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അതൊന്ന് തണുത്ത് വരണേ. ഇനി നമുക്ക് മിക്സി ജാറിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് സീവ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ടെക്സ്ചർ കിട്ടാനാണ്. ഇനി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ക്ലീൻ ബൗൾ എടുക്കാം. നനവൊന്നും ഇല്ലാത്തൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചർ അൺസോൾട്ടഡ് ബട്ടർ ചേർക്കാം. അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. അതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ചോക്ലേറ്റ് മിൽക്ക് മിക്സ് പാർട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് പാർട്ടായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 6 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് റെഡിയാക്കി എടുത്തേക്കുന്നത്. അപ്പോൾ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബട്ടർ പേപ്പറും വെച്ചിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ എടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഹൈറ്റൊക്കെ കിട്ടും. ഇനി ബേക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു സ്പാച്ചുലയും കൂടെ യൂസ് ചെയ്തിട്ട് അടിയിലൊന്നും പറ്റി പിടിച്ചിട്ടില്ലാത്ത പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാനാണ് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്കോ ചിപ്സും കൂടെ വെതറി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഒന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് നന്നായിട്ട് ബേക്കായി എന്നാണ്. അഥവാ സ്ക്യൂറെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചാൽ മതിയാവേ. ഇനിയിപ്പോൾ നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, ഇതുപോലൊരു ക്ലോത്ത് അതിൻ്റെ മുകളിലൊന്ന് വിരിച്ചിടും. അപ്പോൾ ഇത് നമ്മുടെ എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് റെഡിയാണ്. അപ്പോൾ പ്ലെയിൻ കേക്കായിട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് 8 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. അഥവാ ഈ സ്പോഞ്ച് നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനോ അഥവാ ചോക്ലേറ്റ് കേക്ക്സിനോ ഒക്കെ, ഈ ബർത്ത്ഡേ കേക്ക്സ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഇത്രയും മധുരം ചേർക്കണമെന്നില്ല. ഒരു 6 or 7 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. കാരണം നമ്മൾ അതിനകത്ത് ഷുഗർ സിറപ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പ്ലെയിനായിട്ട് കഴിക്കാനാണെങ്കിൽ 8 ടേബിൾ സ്പൂൺ ചേർക്കണം. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.